വീഴ്ച ചെയ്തു തരണേ അല്ലാ. ബിഹഖ് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട്. ആരാണ്? ഒന്നാമത്തെ മനുഷ്യനാണ്, ഒന്നാമത്തെ പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് എനിക്കവിടുന്ന് വിട്ടുവീഴ്ച ചെയ്തു തരണേ അല്ലാ. അല്ലാഹു തആല ചോദിക്കുകയാണ്, കൈഫ അറഫ്ത മുഹമ്മദൻ, എങ്ങനെയാ മുഹമ്മദ് നബി ലോകത്തേക്ക് വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ മനസ്സിലായത്? ഉടനെ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, റഅയ്തു ഫീ സാഖയിൽ അർശി മക്തൂബ്, അവിടുന്ന് അർശിന്റെ കമാനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. അല്ലാഹുവേ, നിന്റെ ജലാലത്തിന്റെ പേരിനോടൊപ്പം റസൂലുള്ളാഹ് മുഹമ്മദ് എന്നുള്ള പേര് കണ്ടു. നിന്റെ പേരിനൊപ്പം എഴുതുന്ന പേര് എന്തായാലും ആദരവുള്ള പേരായിരിക്കും എന്ന നിലക്കാണ് ഞാൻ റസൂലുള്ളാഹിനെ ഇടനിലയാക്കിയതെന്ന് അബുൽ ബശർ ആദം അലൈഹിസ്സലാം പറഞ്ഞു. ഇതെവിടെയുണ്ട് മുസ്ലിയാരെ? ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് ലോകത്തെ പണ്ഡിത പ്രമുഖനായ ഇമാം ഹാക്കിം തങ്ങളുടെ നിവേദനമാണ്. വസഹഹു, അത് സ്വീകാര്യയോഗ്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വതവസ്സല ബിഹി ആദമു, ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കി എന്ന് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായ 1-ാം വാള്യം 110-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആദം അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഫലത്തിലും എല്ലാ വഴികളിലും എല്ലാ സ്ഥലത്തും ഹൂറുല്ലീങ്ങളുടെ വിരിമാറിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദുൻ സയ്യിദുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സീനതു ദുനിയാ വബഹജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മത്തി വല്ലുലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ പുണ്യനാമമതാ സ്വർഗത്തിന്റെ എല്ലാ മഹനീയ ഇടങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് അൽ മവാഹിബുൽ ലദുന്നിയിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, അള്ളാഹുവിന്റെ പേരിനോടൊപ്പം ചേർത്തെഴുതുന്ന പേര് പുണ്യമുള്ള പേരായിരിക്കും. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യ അലസ്സലാ എന്ന് മാത്രം വിളിച്ചാൽ ആളുകൾ നിസ്കരിക്കാൻ വരും. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വെക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ബഹുമാനം. അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹയ്യ അലസ്സലാ ഹയ്യ അൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്ന് പറഞ്ഞാലും നിസ്കാരം നടക്കും. പക്ഷേ അല്ലാഹ് പറഞ്ഞു അങ്ങനെയല്ല ആകേണ്ടത്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി വേണം. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജല്ലഹു വദുൽ ഇർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്വം നൽകി. ഇപ്പോൾ അമേരിക്കയിൽ പകൽ ഇതേ സമയമായിരിക്കും ഏകദേശം. അവിടെ ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നുണ്ടാകാം. ലോകത്തിന്റെ ഓരോ ദിക്കിലും നോക്കുമ്പോ എല്ലാ സമയത്തും വിളിച്ചു പറയപ്പെടുന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് ഈ പറയുന്ന ഹദീസിലെല്ലാം പറയുമ്പോ. ഉസ്മാൻ ഇബ്നു ഹുനൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലിരിക്കുമ്പോ അതാ കണ്ണു കാണാൻ പറ്റാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനോ എന്റെ കൈ പിടിച്ച് നടത്താനോ ഒരാളില്ല, അതുകൊണ്ട് എനിക്ക് പരിഹാരം വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ, അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ നീ പോയിട്ട് വുളു എടുക്കണം, എന്നിട്ട് നീ 2 റക്അത്ത് നിസ്കരിക്കണം, എന്നിട്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മാ. അല്ലാഹുവേ, റസൂലുള്ളാഹിനെ മുമ്പിൽ വെച്ചുകൊണ്ട് മുൻനിർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് നിന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് പരിഹാരം നൽകണേ അല്ലാഹ് എന്നതാ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇമാം തുർമുദി നിവേദനം ചെയ്ത ഹദീസാണ്. ലഹബിയെ പോലെയുള്ള നിരൂപകന്മാർ അവിടുന്നതാ പ്രത്യേകമായി അംഗീകാരമുള്ള ഹദീസാണെന്ന് എഴുതിയ ഹദീസാണ്. സഹാബികൾ ആരാണ്? മുൻഗാമികൾ ആരാണ്? വലിയ വലിയ മഹാന്മാരായിരുന്നിട്ട് പോലും അവർക്കറിയാം ഞങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടാനില്ല. നിങ്ങൾക്കറിയുമോ, സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ പേരെന്താണ്? ബാബു മൻ ഹബ്ബ ദഫന ഫിൽ അർദിൽ മുഖദ്ദസതി ഔ നഹവിഹാ. പുണ്യസ്ഥലത്ത് ഖബറടക്കണം എന്നിഷ്ടപ്പെട്ട ഒരാളുടെ സംഭവമാണ്. അതാരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് അല്ലാഹു തആല പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാമിനെ വിടുന്നു. അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ അടിയാണ്. അസ്റായീൽ അങ്ങ് തിരിച്ചു പോയിട്ട് പറഞ്ഞു, അല്ലാ, മരണം ഇഷ്ടപ്പെടാത്ത ഒരാളുടെ റൂഹ് പിടിക്കാൻ എന്നെ വിട്ടതെന്തിനാണ് റബ്ബേ? അപ്പൊ അസ്റായീലിന് പരിഹാരം നൽകിയിട്ട് അല്ലാഹു തആല അതിന് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഓ മൂസാ, ഒരു മൃഗത്തെ വിളിച്ചിട്ട് അതിന്റെ മേലെ കൈവെക്കാനും ആ കൈ പതിഞ്ഞതിന്റെ ഉള്ളിലുള്ള രോമത്തിന്റെ എണ്ണം കണക്കെ ആയുസ് വേണമെങ്കിൽ നീട്ടിത്തരാമെന്നും മൂസാ നബിയോട് പറയണം. അസ്റായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു, അല്ലയോ മൂസാ നബിയെ, നിങ്ങൾക്ക് അത്ര വലിയ ആയുസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം, സുമ്മമാതാ, പിന്നെ എന്താണ് സംഭവിക്കുക? അപ്പൊ പറഞ്ഞു, പിന്നെയുള്ളത് മരണമാണ്. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ മരിക്കാൻ റെഡിയാണ്. പക്ഷേ എനിക്കൊരു പുണ്യസ്ഥലത്ത് കിടന്നു മരിക്കണം. ഈ വഴിയിൽ കിടക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഈ വഴിയിൽ മരിച്ചു കിടക്കാൻ ഇഷ്ടമില്ല. ഫലസ്തീൻ എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ എനിക്ക് കിടക്കണം. അത് പുണ്യഭൂമിയാണെന്ന് ഖുർആൻ പറഞ്ഞു. ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ബൈത്തുൽ മുഖദ്ദസത്തിന്റെ മുഖദ്ദസയുടെ മുന്നിൽ, ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ കിടക്കണമെന്ന പുണ്യമാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്. അപ്രകാരം മൂസാ നബിയുടെ ഖബർ അവിടെ വരുന്നു. മൂസാ നബി ആരാണ്? നബിയാണ്. ഖുർആനിൽ പേരു പറയപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ്. മുർസലീങ്ങളിൽ ഒരാളാണ്. ഉലുൽ അസ്മുകളിൽ ഒരാളാണ്. കലീമുല്ലാഹ്, അല്ലാഹുവിനോട് സംഭാഷണം നടത്തിയാൽ എന്ന പ്രത്യേക വിലാസമുള്ള ആളായ മൂസാ നബിയും ആഗ്രഹിക്കുന്നത് എനിക്കൊരു മഹാന്റെ അടുക്കൽ കിടക്കണം, ഒരു പുണ്യഭൂമിയിൽ കിടക്കണം, ഒരു നല്ല സ്ഥലത്ത് കിടക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നത്. അതല്ലേ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹായം നമുക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പുണ്യഭൂമിയിൽ കടന്നുറങ്ങാൻ ആഗ്രഹിച്ചു. അത് മനസ്സിലാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആഗ്രഹിച്ചു, എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ കിടന്നുറങ്ങണം. എവിടെ വെച്ച് മരിച്ചാലും എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഖബർ വേണം. അങ്ങനെ മിനായിൽ വെച്ചുകൊണ്ട് ചെറിയൊരു പരിക്കേറ്റപ്പോഴേക്ക് പെട്ടെന്ന് മദീനത്തേക്ക് വിടാൻ ഓർഡർ ചെയ്തു. മദീനയിൽ വന്നു. ആ രോഗത്തിൽ വഫാത്തായില്ല.
പിൽക്കാലത്ത് മിഹ്റാബിൽ നിന്ന് പരിക്കേറ്റിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഷഹീദായപ്പോൾ ആയിഷ ഉമ്മ ബീവിയോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കാനുള്ള ഖബർ അനുവദിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യസന്നിധിയിൽ കിടക്കാനുള്ള ആഗ്രഹമാണ്. അവിടെ മലായികത്തിന്റെ പുണ്യമായ ആദരവുണ്ടാകുമെന്ന പ്രത്യാശയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബർ ചോദിച്ചു വാങ്ങി അവിടെ കിടക്കുകയാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംനസ്സലാ. ജാഹിലിയ കാലത്തെ പോലെ അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായി തെരുവിൽ അലയാൻ നടക്കല്ലേ. നിങ്ങൾ വീടുകളിൽ പാതിവൃത്യത്തോടെ ജീവിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. മുസ്ലിയാരെ, ഇത് പോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് മോഡേൺ ഇന്റർനെറ്റ് യുഗമല്ലേ മോളെ? എന്ത് അഡ്വാൻസ്ഡ് ആയ യുഗമാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ വള്ളിപുള്ളിക്ക് തെറ്റിയിടത്ത് മുഴുവനും അപകടം പറ്റിയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന പെണ്ണിനെ പിടിച്ച് പഞ്ചായത്തിൽ ഇറക്കിയപ്പോ 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെട്ട നാടല്ലേ ഈ കേരളം. ഓരോ ദിവസവും കടന്നു വരുന്ന ലൈംഗിക വൃത്തികേടുകളുടെ വാർത്തകൾ എത്രയോ അപകടകരമായ സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മതം കെട്ടിയ വേലി തകർത്തിട്ട് ചാടിയെടുത്ത മുഴുവനും എയ്ഡ്സും ഗൊണോറിയയും സിഫിലിസും പടർന്നു പിടിച്ചതല്ലേ ഉണ്ടായത്. ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ ഓടുന്ന വണ്ടികളിൽ പോലും സ്വന്തം ജീവിത പങ്കാളിയോട് മാത്രമെന്ന സ്റ്റിക്കർ പതിക്കേണ്ട ഗതികേടി ദൈവത്തിന്റെ രാജ്യമെന്ന നമ്മുടെ നാടിനും വന്നില്ലേ? നമ്മുടെ നാട്ടിൽ പോലും സെക്ഷൽ ടൂറിസത്തിലൂടെ വ്യഭിചാരികളെയും വേശ്യാലയങ്ങളെയും കെട്ടിയുണ്ടാക്കാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾ ചിന്തിക്കുമ്പോ ഇവിടുത്തെ പെൺകുട്ടികളും യുവജനങ്ങളും ഏത് നരകത്തിലേക്കാണ് തള്ളിയിടപ്പെടുക എന്ന ബോധമില്ലല്ലോ. രാജ്യത്തിന്റെ ഉന്നത നീതിപീഠത്തിന് ലൈംഗിക വൃത്തികേടിന് ലൈസൻസ് കൊടുക്കേണ്ട ഗതികേട് വന്നില്ലേ? വിവാഹേതര ലൈംഗിക ബന്ധത്തിന് നിയമസാധ്യത നൽകാൻ നിയമത്തിന്റെ ഉപാസകന്മാരും രാജ്യക്ഷേമത്തിന്റെ നീതിപീഠത്തിലെ ആളുകൾക്കും ഗതികേടുണ്ടായില്ലേ? അങ്ങനെ വൃത്തികേടുകളുടെ കൂത്തരങ്ങിൽ കിടന്ന നുരയും പതയും എടുക്കുന്ന പുതിയ പരിഷ്കാരത്തിന്റെ ചീഞ്ഞു നാറുന്ന പിന്നാമ്പുറത്തോട് സപ്പോർട്ട് ചെയ്യാൻ സാർവലൗകികമായ നീതിബോധത്തിന്റെ മതത്തിന് സാധ്യമല്ല. അതുകൊണ്ട് പെണ്ണിന്റെ കൂത്തരങ്ങ് തെരുവിൽ നടത്തുന്ന ആട്ടത്തിനെതിരാണ് എന്നും ഇസ്ലാം പറയുന്നതിൽ ഒരു മടിയുമില്ല. ഇസ്ലാം എവർ ലേറ്റസ്റ്റ് തന്നെ. കാലത്തിനൊപ്പിച്ച് മതം മുറിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. പെണ്ണ് അരമനയിലിരുന്നപ്പോ ഭദ്രമായ കുടുംബമുണ്ടായിരുന്നു. ഭർത്താവ് വേറെ പെണ്ണിനെ തേടി വേശ്യാലയത്തിൽ പോയിരുന്നില്ല. ഇപ്പൊ രാവിലെ പോകുന്ന ഉദ്യോഗസ്ഥൻ വൈകുന്നേരം വരുമ്പോ അട്ടേളി ടയേർഡ് ബെറ്റർ ഹാഫിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അവനൊന്നും കിട്ടാനില്ല. അപ്പൊ അവൻ നോക്കുന്നു ചില്ലറ കൊടുത്താ കിട്ടുന്ന വല്ല കേന്ദ്രങ്ങളുമുണ്ടോ എന്ന്. അങ്ങനെയല്ലേ കുടുംബങ്ങൾ തകർന്നിട്ട് വേശ്യാലയങ്ങൾ ഉയർന്നത്? വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ആധുനികതയുടെ സ്പന്ദനങ്ങൾ മുഴുവനും അപകടം സൂചിപ്പിക്കുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് കരുത്തോടെ ഇസ്ലാമിനെ ഏറ്റെടുക്കാനാ മോനെ കഴിയേണ്ടത്. ഉദ്യോഗസ്ഥകളെ കൊണ്ട് ജീവിതം മേച്ചിൽ പുറങ്ങൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം. എടോ, ഭാര്യമാര് ജോലി ചെയ്യാത്തവരും റബ്ബിന്റെ ഭക്ഷണം കൊണ്ട് മാന്യമായി ജീവിക്കുന്നുണ്ടോ. അല്ലാഹ് റിസ്ക് മുടക്കിയിട്ടില്ല. പെണ്ണും പിള്ളയും കൂടെ ജോലിക്ക് പോയാലേ അത്യാവശ്യം തട്ടിമുട്ടി പോകുള്ളൂ എന്ന് നീ വിചാരിച്ചു പോയോ? അല്ലാഹ് റിസ്ക് തരുന്നവനാണ്. റബ്ബിന്റെ ഖജനാവ് വിശാലമാണടോ. അല്ലാഹ് തരാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ നിയമത്തെ ലംഘിച്ചിട്ട് നീ ചാടി പുറപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു നൽകിയ ഖിന കൊണ്ട് ജീവിക്കാൻ കഴിയണം. റബ്ബ് നൽകുന്ന നിഅമത്ത് കൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ അവളും കൂടെ പോയാലേ തട്ടി മുട്ടി പോവുള്ളൂ എന്ന് നീ ഒരു ഇക്വേഷൻ എഴുതി വെച്ചത് അബദ്ധമാണടാ. അവൾ കുലീനായി വീട്ടിൽ ഇരിക്കണം. അനിവാര്യമായി സ്ത്രീകൾ പഠിക്കേണ്ട ചില വിജ്ഞാനങ്ങളുണ്ട്. അതിനെ ഇസ്ലാം വിലക്കുന്നില്ല.
പെണ്ണിനക്ഷരം പഠിപ്പിക്കേണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം. അള്ളാഹുവിന്റെ ദീനിന്റെ സീമകളെ ലംഘിച്ചിട്ട് പെണ്ണിനെയും ആണിനെയും പഠിക്കാൻ വിട്ടപ്പോ ഇവിടെ വന്നതെന്താണ്? ഇന്ന് പള്ളിയുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ആജിയാരായാലും കാക്കാമാർക്ക് വേണ്ടത് ദുനിയാവിലെ പളപളപ്പല്ലാതെ അള്ളാഹിനെ കുറിച്ച് ബോധമുണ്ടോ? ഞാൻ ഇത്രയും പറയുന്നതിൽ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകള് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നില്ലേ? അവൾ ളുഹർ നിസ്കരിക്കാറുണ്ടോ അപ്പാ? നാളെ അവളങ്ങ് അപകടത്തിൽ മരിച്ചു പോയാൽ അവളെ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ വെക്കുമ്പോ മലക്കാനിൽ ഹൈലാനിൽ അസീസാനി മുൻകരിം മനകീർ വന്നിട്ട് ചോദിക്കുന്നത്, മോളെ സോഷ്യോളജിക്ക് A+ ഉണ്ടോന്നല്ല, എക്കണോമിക്സിന് A+ ഉണ്ടോന്നല്ല. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു അൻ അമലിഹി മിൻ അമലിഹി അൻ സ്വലാത്തിഹി. ആദ്യമായി ചോദിക്കുകയടാ, അല്ലെങ്കിൽ സഹോദരി നീ നിസ്കരിച്ചിട്ടുണ്ടോ? വലിയ വലിയ സ്ഥാപനങ്ങൾ, ഞാൻ ആറ്റിങ്ങൽ എടുത്ത് പറയത്ത് കൊടുത്ത് മഖ്ദൂമിയ ദഅവാ കോളേജിലാണ് സേവനം ചെയ്യുന്നത്. ഒരുപാട് വലിയ വലിയ സ്കൂളുകൾ പരിസരത്തും ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം നടക്കുന്ന സ്കൂളുകളിൽ വെള്ളിയാഴ്ച ജുമഅക്ക് പോലും പോകാത്ത കാക്കാമാരുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മാനേജ്മെന്റിന് വേണ്ടാഞ്ഞിട്ടല്ല, അധ്യാപകർക്ക് വേണ്ടാഞ്ഞിട്ടല്ല. എന്റെ മോന് ജുമയില്ലേലും വേണ്ടിയില്ല, അവൻ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ MBA BBA MCA ഓർ എനി അതർ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് ഇറങ്ങിയപ്പോ മക്കളുടെ വിദ്യാഭ്യാസം മെറ്റീരിയൽ എഡ്യൂക്കേഷൻ മാത്രമായി മാറ്റിയിട്ട് ഷണ്ഡീകരിച്ച് ഭൗതികവൽക്കരിച്ച രക്ഷിതാക്കളെ നിങ്ങൾ മാറത്ത് കൈവച്ചാലോചിക്കണം. നാളെ വാപ്പാടെ മയ്യത്ത് കെട്ടിലെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അല്ലാഹു മഗ്ഫിർലി അബി എന്ന് പറയാൻ നിസ്കരിക്കുന്നൊരു മോനുണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടാവും. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്. ഞാൻ ഈ പരിസരത്തുള്ള സ്കൂളുകളെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്, അതുകൊണ്ട് പറയാം. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾക്ക് വേണ്ടി മദ്രസ നശിപ്പിച്ചു. മദ്രസകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഗവൺമെന്റ് വന്ന് രാവിലെ 7 മണിക്ക് പള്ളിക്കൂടം തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എത്ര കാക്കാമാർക്ക് വിഷമമുണ്ടാവും. ഞങ്ങളുടെ മക്കൾ ഏതായാലും വിടൂല എന്ന് തീരുമാനിച്ച് നല്ലൊരു സമരം നടത്താൻ ഇവിടെ ആരും ഉണ്ടാവില്ല. കാലത്തിനനുസരിച്ച് അതൊക്കെ വേണം. പിള്ളേർ 7 മണിക്ക് തന്നെ പോട്ടെ. അതോടുകൂടി ഉള്ള അലിഫുംബായും കൂടി ഇല്ലാതാവും. കാരണം ഭൗതികതയുടെ ജാട ബാധിച്ച ജഡങ്ങളായി ഈ സമുദായം മാറി. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇസ്ലാം നിലനിൽക്കുന്നത് വിജ്ഞാനത്തിലൂടെയാണ്. അള്ളാഹുവിനെ അറിയാനുള്ള വിജ്ഞാനം ഉണ്ടാകണം. അതില്ലാത്തവൻ ഇങ്ങനെ തിമർത്ത് കളിക്കുകയാണ്. മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിതാക്കൾ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. ഇവിടെയുള്ള മാതാപിതാക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? മക്കൾ വിദ്യാഭ്യാസം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് നിലക്ക് മഹല്ല് കാരണവന്മാരോട് എനിക്കൊരു ഉപദേശം തരാനുണ്ട്. മീൻസ് നിർദ്ദേശം എന്താണെന്നറിയോ? ഞാനൊരു മഹല്ലിലെയും പള്ളിയിലെ ഖത്തീബോ അല്ല മുദരിസും അല്ല. അതുകൊണ്ട് ധൈര്യത്തെ എനിക്ക് പറയാം, പള്ളിയിലെ ഖത്തീബുമാർക്കും മുദരിസുമാർക്കും നല്ല ശമ്പളം കൊടുക്കണം. അത് ഉസ്താദ് പറഞ്ഞുകൊണ്ട് പറയല്ല. നല്ല ശമ്പളം കൊടുത്ത് നല്ലൊരു പ്രൊഫഷനായി അതിനെ മാറ്റിയാൽ ഇൽമു പഠിക്കാൻ ആളുകൾ താനെ അതിലേക്ക് വരും. ഇന്ന് അവർക്കും കുടുംബജീവിതമുണ്ട്, അവർക്കും മക്കളുണ്ട്. നിങ്ങൾ ഇന്ന് ഈ സമുദായം ഏറ്റവും പിശുക്ക് കാണിക്കുന്നത് എത്ര 1000 രൂപയുടെ കളിപ്പാട്ടം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നു, എത്ര നമ്മൾ ഡ്രസ്സ് മാറ്റിക്കൊടുക്കുന്നു. അതേസമയത്ത് മുസ്ലിയാരുടെ ശമ്പളം 4000-ൽ നിന്ന് 5000-ലേക്ക്, 5000-ൽ നിന്ന് 5500-ലേക്ക് വരണമെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജി എക്സിക്യൂട്ടീവും കൗൺസിലും മുഴുവനും ഒപ്പോസ് ചെയ്യും. വേണ്ട, സ്വന്തം ലൈഫ് സ്റ്റൈലിൽ എത്ര രൂപ ചെലവഴിക്കുന്നു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ. അതുകൊണ്ട് എന്ത് പറ്റി? പഠിപ്പിക്കാൻ മുഅല്ലിമീങ്ങളില്ല, ക്വാളിഫൈഡായ അധ്യാപകര് കുറവാണ്, കാര്യക്ഷമതയുള്ള നേതൃത്വമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? നല്ല കഴിവുള്ളവർ, അവരുടെ ഇതേ കഴിവ്. നിങ്ങളെപ്പോലെ നിങ്ങൾ പോയി കച്ചവടം നടത്തുന്ന അതിനേക്കാൾ നല്ല ബ്രെയിൻ ഇവിടുത്തെ മുസ്ലിയാമാർക്കുണ്ട്. ആ ബ്രെയിൻ കൊണ്ട് അവർ ബിസിനസ് നടത്താൻ ഗൾഫിൽ പോയി. അതുകൊണ്ട് ആ ബ്രെയിനിന്റെ മൂല്യം കൽപ്പിക്കാൻ കഴിയണം. അതുപോലെ എനിക്ക് അല്ലാഹു തആല ബുദ്ധിയുള്ള ഒരു മകനെ തന്നിട്ടുണ്ട്. ആ മകനെ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കാൻ ഞാൻ ചെലവഴിക്കണം.
അല്ല എൻ്റെ മോന് നല്ല ബുദ്ധി കൊടുത്തു. അതുകൊണ്ട് മോനെ നീ മദ്രസയിൽ പോയേ വേണ്ട, നീ സ്കൂളിലേ പോകാവൂ എന്നല്ല തീരുമാനിക്കേണ്ടത്. മറിച്ച് അല്ലാഹു തആല എനിക്ക് ബുദ്ധിയുള്ള ഒരു മകനെ തന്നിട്ടുണ്ട്, അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ കാവലാളാകണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ വിഷയം മാറുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കിടക്കാൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ധൈര്യമില്ല. കാരണം ജമൽ യുദ്ധത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയി. അത് ഹബീബിന് ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്, നല്ല ബുദ്ധിയുള്ള പെണ്ണാണ്, വിവരമുള്ള പെണ്ണാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഗവർണറായില്ല, ഖലീഫയായില്ല, ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായില്ല. കാരണം അല്ലാഹുവിന്റെ ദീൻ അതനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആകാതിരുന്നത്. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, വിവരമില്ലാഞ്ഞിട്ടല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകാനുള്ള വിവേകമില്ലാഞ്ഞിട്ടല്ല. പെണ്ണ് അങ്ങനെ ഡോമിനേറ്റഡ് ആകാൻ പാടില്ലെന്ന് ഇസ്ലാമിന്റെ നിയമമുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിന്റെ അധികാരത്തിന്റെ കീഴിൽ വരുന്ന നാട് ബറക്കത്തില്ലാത്ത നാടാണ്. 50% സംവരണത്തിന് മക്കനെയും ഇട്ട് തെരുവിലിറങ്ങുന്ന താത്ത, അല്ലാഹുവിന്റെ ദീന് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ആ മാർഗത്തിലൂടെ തന്നെ പോകണം, എന്നാലേ സ്വർഗം ലഭിക്കുകയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കാൻ പേടിക്കുന്നു. ഒരു ദിവസം ഒന്നൊരു പൊതു ഇഷ്യൂയിലേക്ക് ഇടപെട്ട് പോയതാണ് കാരണം കേട്ടോ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ കിടക്കുന്നു, ബറക്കത്ത് കിട്ടാനാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി തങ്ങൾ കുടിച്ച തോൽപാത്രത്തിൽ നിന്ന് റസൂലുള്ള ചുണ്ടുവെച്ച തലം മുറിച്ചു വെച്ച് സൂക്ഷിക്കുന്നു. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് എടുക്കാനാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ച മോതിരം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എടുത്തു വെക്കുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എടുത്തു വെക്കുന്നു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എടുത്തു വെക്കുന്നു. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കിട്ടാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബിൻത് അബീ ബക്കർ റസൂലുള്ളാഹിന്റെ ജുബ്ബ എടുത്തു വെക്കുന്നു. എന്തിനാണ്? ബറക്കത്ത് കിട്ടാനാണ്. എന്തിനാ മോളെ ഈ ജുബ്ബയെന്ന് ചോദിച്ചപ്പോ ആ മോള് പറഞ്ഞത് ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ വനസ്തശ്ഫീ ബിഹാ, ഞങ്ങൾ ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജുബ്ബ കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് രോഗശമനത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മകളായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ? ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടത് മുഴുവനും അവിടുന്ന് ബറക്കത്തെടുത്തു. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് തന്നെ ദുആ ചെയ്യുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിന്റെ മൂത്തുമ്മ വഫാത്തായി. അതായത് അലിയാർ തങ്ങളുടെ ഉമ്മ വഫാത്തായി. റസൂലുള്ളാഹിന്റെ മൂത്തുമ്മയാണ്. അലി ബഹുമാനപ്പെട്ട അബൂ താലിബ് എന്നവരുടെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിൽ വസ്ത്രമലക്കി കൊടുത്തവരാണ്, ഖിദ്മത്ത് ചെയ്തവരാണ്. മദീനത്ത് ജന്നത്തുൽ ബഖീയിൽ അവിടുത്തെ ഖബറടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് അതിന്റെ കുഞ്ഞു കുഴി റെഡിയാക്കി. നബിതങ്ങൾ ആ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്നു. നബിതങ്ങളുടെ ഖമീസ് ഫാത്തിമ ഉമ്മയ്ക്ക് ധരിപ്പിച്ചു കൊടുത്തു.
സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയേ, ഫാത്തിമ ബിന്ത് അസദ് വഫാത്തായപ്പോ സ്വന്തം കൈകൊണ്ട് ആ ഖബറിന്റെ ഉള്ളിലെ കുഴി ശരിയാക്കിയത് എന്താണ് നബിയേ? ഖമീസ് ധരിപ്പിച്ചു കൊടുത്തത് എന്തിനാണ് നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തി ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മാന്റെ സ്ഥാനത്തുനിന്ന് പരിചരിച്ചവരാണ്. അവിടത്തേക്ക് അദാബ് വരാതിരിക്കാനാണ് റസൂലുള്ളാഹിന്റെ ജുബ്ബ നബി തങ്ങൾ ഇട്ടുകൊടുത്തത്. ഖബർ ഞെരുക്കാതിരിക്കാനാണ് ഖബറിന്റെ ഉള്ളിൽ അവിടുന്ന് നബി തങ്ങൾ ആദ്യം കിടന്നിട്ട് എഴുന്നേറ്റത്. ആ ഖബർ സ്വന്തം കൈകൊണ്ട് ശരിയാക്കിയത് സ്വർഗീയ ഖബറാകാനാണ്. ആ ഉമ്മാന്റെ ഖബറടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് എന്റെ ഉമ്മാക്ക് അഥവാ ഫാത്തിമ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ബിഹഖ്ഖി നബിയിക വൽ അംബിയാഇ അല്ലദീന മിൻ ഖബ്ലി ഫഇന്നക അർഹമുർ റാഹിമീൻ. നിന്റെ നബിയുടെ ബറക്ക് ഹഖ് കൊണ്ടും മറ്റ് അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ടും അവിടുന്ന് അല്ലാഹുവേ ഫാത്തിമ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, നൂറുദ്ദീൻ അബൂബക്കർ അൽ ഹൈതമി നിവേദനം ചെയ്തിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ ബർ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബീ ശൈബ നിവേദനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്, അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടെന്ന്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖി സായിലീന അലൈക വബിഹഖ്ഖി മംശായ ഹാദാ. അല്ലാഹുവേ, നിന്നോട് ചോദിച്ച എല്ലാവരുടെ ഹക്ക് കൊണ്ടും അതുപോലെ എൻ്റെ ഈ നടത്തത്തിന്റെ ഹക്ക് കൊണ്ടും എൻ്റെ പാപം പുറത്തു തരണേ എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പിൽക്കാലത്ത് സ്വഹാബത്ത് അത് തന്നെയാണ് പകർത്തിയത്. ഒരു ഉദാഹരണം പറയാം. ഇമാമുദ്ദാരിമി നിവേദനം ചെയ്യുന്നു, അവിടുന്ന് ഒരു ഹെഡിങ് തന്നെ കൊണ്ടുവരുന്നു, ബാബമാ അക്രമല്ലാഹു തആല നബിയഹു ബഅദ മൗതി ഐ വഫാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം അല്ലാഹു റസൂലുള്ളാഹിനെ ആദരിച്ചത് എങ്ങനെയാണ്? ഒരു ദിവസം അതാ സ്വഹാബികൾ വരുന്നു, ഉവൈസ് ഇബ്നു അബ്ദുല്ലാഹി എന്ന നിവേദനം പറയുകയാണ്, ഫശകൗ ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ, ജനങ്ങൾക്ക് മഴയില്ലാതെ വളരെ വരൾച്ച അനുഭവപ്പെട്ട് വേദനിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ മഴയില്ല ഉമ്മാ, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമ്മാ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഉൻദുറൂ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജഅലൂ മിൻഹു ഖുവൻ ഇല സമാഇ ഹത്താ ലാ യകൂന ബൈനഹു വബൈന സമാഇ സഖ്ഫൻ. നിങ്ങൾ നേരെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്ന് ആ ഖബറിന്റെ മേൽഭാഗത്ത് അഥവാ ഖബർ ഉൾക്കൊള്ളുന്ന മേൽക്കൂരയുടെ ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ആകാശത്തിനും റസൂലുള്ളാഹിന്റെയും ഇടയിൽ ഒരു മറയുമില്ലാത്ത വിധം ഒരു ദ്വാരമുണ്ടാക്കി നിങ്ങൾക്ക് മഴ കിട്ടുമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ അവിടുത്തെയുടെ മുഖം കണ്ട് ചെറുപ്പത്തിൽ മഴ പെയ്ത ഉദാഹരണമുണ്ട്. വഫാത്തിനു ശേഷം ഖബറിന്റെ മേലെ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ജനങ്ങൾ മഴയ്ക്ക് വേണ്ടി ആശിച്ചപ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ ഖബർ കണ്ട മാനം റഹ്മത്ത് പെയ്തിറക്കിയിട്ടുണ്ട്. ഇത് ഇമാം ദാരിമിയുടെ നിവേദനമാണ്. ഉമ്മമാരെ, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോഴും റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫിനെ കുറിച്ച് പറയുമ്പോഴും മഹാന്മാരുടെ ഖബറുകൾ ആദരിക്കണമെന്ന് പറയുമ്പോഴും മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറയുമ്പോഴും ഉമ്മമാരോട് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. ഭീമാ പള്ളിയിലാകട്ടെ, കടുവാ പള്ളിയിലാകട്ടെ, ആലങ്കോട്ട് പള്ളിയിലാകട്ടെ, ഉദാറത്ത് പൂക്കോയ തങ്ങളുടെ ഖബർ
ഖബറിന്റെ അടുക്കലാകട്ടെ, മഹീൻ അബൂബക്കർ എന്നവരുടെ ഖബറിന്റെ അടുക്കലാകട്ടെ, ലോകത്തുള്ള ഏത് മഹാന്റെ ഖബറിന്റെ അടുക്കലാണെങ്കിലും ഔറത്ത് തുറന്നിട്ട് സിയാറത്ത് ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കുറെ പെണ്ണുങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ തുറന്നിട്ട് ഒരൊറ്റ ഇറക്കമാണ്. മഅദല്ലാഹ്, പള്ളികളിൽ പോയിട്ട് ആളുകളെ ഇസ്ലാമിനെ ആക്ഷേപിക്കുവാൻ കുറെ ഉമറാക്കന്മാര് അനാചാരവും കൊട്ടും മേളയും വാദ്യമേളയും നടത്തിയിട്ട് മഹാന്മാരുടെ സിയാറത്തിനോട് അനുബന്ധിച്ച് അനാചാരങ്ങൾ നടത്തുന്ന കാക്കമാരൊക്കെ അത് അവസാനിപ്പിക്കണം. അതുപോലെ ഉമ്മമാര് സഹോദരിമാര് ഏർവാടി മുത്തുപേട്ട എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണും കൂടെ മിശ്രിതമായി സിയാറത്ത് ടൂർ നടത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ